ഇന്ദിരാ യുഗത്തിലെ കഥകളാണല്ലോ പറഞ്ഞു വരുന്നത്. 1972-73 കാലഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായ മങ്ങി വരികയാണ്. യുദ്ധജേതാവ് എന്ന പരിവേഷം ഏറെക്കുറെ പോയി തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തിനകത്ത് അങ്ങനെ ഒരു പരിവേഷമല്ല ഇപ്പോഴുള്ളത്. അഴിമതിയുടെയും അമിതാധികാരത്തിൻ്റെയും കഥകളാണെങ്ങും. ഇതിനിടയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കശ്മീരിലും അസ്വസ്ഥതകൾ തലപൊക്കി. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭവും പൊട്ടിപ്പുറപ്പെട്ടു. ഗുജറാത്തിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത്. അഴിമതിക്ക് പേര് കേട്ട സർക്കാരാണ് അന്ന് ഗുജറാത്ത് ഭരിച്ചിരുന്നത്. മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേൽ കള്ളൻ ചിമൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിലെ സൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരംഭിച്ച സമരം വളരെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വഴുതിമാറി. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണം എന്നായി വിദ്യാർത്ഥികൾ. നവനിർമ്മാൺ, അതായത് നവോത്ഥാന പ്രസ്ഥാനം എന്നാണ് വിദ്യാർത്ഥികൾ സ്വയം അവകാശപ്പെട്ടത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താനായി ചിമൻഭായ് പട്ടേലിൻ്റെ സർക്കാർ കൈക്കൊണ്ട നടപടികൾ സംഗതികളെ വഷളാക്കി. വിദ്യാർത്ഥികളും അതേ രീതിയിൽ തന്നെ തിരിച്ചടിച്ചു. സർക്കാർ ഓഫീസുകളും സർക്കാർ വാഹനങ്ങളും ദിവസവും കത്തിച്ചു. ഇതിനിടയിൽ സർവോദയ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ജയപ്രകാശ് നാരായൺ ഗുജറാത്തിലെത്തി. വിദ്യാർത്ഥി നേതാക്കളുമായി സംസാരിച്ചു. മുഴുവൻ മണ്ഡലങ്ങളിൽ ചെന്ന് ജനങ്ങളെ കണ്ട് കാര്യം പറഞ്ഞ് MLA-മാരെ സമ്മർദ്ദത്തിലാക്കണമെന്ന് JP അവരെ ഉപദേശിച്ചു. ഗുജറാത്ത് ആളിക്കത്താൻ തുടങ്ങി. താമസിയാതെ വിദ്യാർത്ഥി പ്രക്ഷോഭം ബീഹാറിലേക്കും പടർന്നു. 1974 തുടക്കത്തിൽ ബീഹാർ കത്താൻ തുടങ്ങി. 5 യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ബീഹാർ ഛാത്ര സംഘർഷ സമിതിക്ക് രൂപം നൽകി. സോഷ്യലിസ്റ്റ് പാർട്ടി, ജനസംഘം എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും തരുൺ ശാന്തിസേന എന്ന പ്രസ്ഥാനവും അതിലുണ്ട്. വിദ്യാർത്ഥി നേതാക്കൾ ഒരു അവകാശ പത്രിക എഴുതിയുണ്ടാക്കി മുഖ്യമന്ത്രി അബ്ദുൽ ഗഫൂറിന് സമർപ്പിച്ചു. അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു. വിദ്യാർത്ഥികളെ നേരിടാൻ പോലീസിനെ രംഗത്തിറക്കി. അതോടെ ബീഹാറിലും തീ പടർന്നു.